പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, ശാസ്ത്രീയ തമാശകൾ എന്നുള്ള പേരിൽ. ആ വീഡിയോയുടെ ഒരു തുടർച്ചയാണ് ഈ വീഡിയോയും. ശാസ്ത്രത്തെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ശാസ്ത്രീയ വിശ്വാസികളായിട്ടുള്ളവർ, അതായത് ശാസ്ത്രത്തെ മാത്രം വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അവർക്കൊരു മുൻവിധി ഉണ്ടാവാം, ഈ പറയാൻ പോകുന്നതൊക്കെ ശാസ്ത്രത്തിനെതിരെ സംസാരിക്കാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ. പക്ഷേ നിങ്ങൾ ആ ഒരു ടൈറ്റിൽ കണ്ടിട്ടാണ് വന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. ആ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ കൺക്ലൂഷൻ മാത്രമാണ്. എങ്ങനെ ആ കൺക്ലൂഷനിലേക്ക് എത്തി എന്നുള്ളത് ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ശാസ്ത്രം മനുഷ്യന് നല്ലതാണ് അല്ലേ? ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ശാസ്ത്രീയമായ പഠനങ്ങൾ. ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒരു വാക്ക് തന്നെയാണ്. ഒരു കാര്യത്തെ വളരെ കൃത്യമായി പഠനത്തോടുകൂടി, നിഗമനങ്ങളോടുകൂടി, തെളിവുകളോടുകൂടി പഠിക്കുക, അതിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്യുക, അതിനുശേഷം ശാസ്ത്രീയമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. അതാണ് ശാസ്ത്രം ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് എല്ലാ മേഖലയിലും ഉണ്ട് അല്ലേ? കേവലം ഒരു ഫിസിക്സ് എന്നുള്ള മേഖലയിലല്ല, വൈദ്യശാസ്ത്ര രംഗത്തും ആരോഗ്യ മേഖലയിലും സാമൂഹിക മേഖലയിലും മാനേജ്മെൻറ്റ് മേഖലയിലും ഈവൻ ആത്മീയതയിലും വരെയുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ളതും. ഇപ്പോൾ ദൈവശാസ്ത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ തിയോളജി എന്ന് പറയും. ശാസ്ത്രീയമായി ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെപ്പറ്റി പഠിക്കുക, അതിൻ്റെ കാരണങ്ങൾ സഹിതം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് തിയോളജിയിൽ പെടുന്നത്. അപ്പോൾ നമുക്ക് ശാസ്ത്രത്തിൻ്റെ അറ്റ് ദ പ്യൂറസ്റ്റ് ഫോമിൽ എവിടെ കാണാനായിട്ട് സാധിക്കും? നമുക്കറിയാം, എല്ലാവരും ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, നിരവധി പേര് ഒരു കാര്യത്തെപ്പറ്റി 1000 തരത്തിൽ അത് പറയുന്നുണ്ട്. ഒരു സംഭവത്തെപ്പറ്റി. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എക്സാമ്പിളിനെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ വെളിച്ചെണ്ണയെ പറ്റി പലരും പറഞ്ഞു, പലരും ആദ്യമായിട്ട് കേൾക്കണ പോലെ തോന്നി. പക്ഷേ വെളിച്ചെണ്ണയെ പറ്റി വളരെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പിന്നിലുള്ള ഫാറ്റ് രാഷ്ട്രീയത്തെ പറ്റിയുള്ള, കൊഴുപ്പിനെ പറ്റിയുള്ള, മനുഷ്യൻ്റെ അബദ്ധധാരണങ്ങളെ പറ്റിയൊക്കെ അവർ വളരെ കൃത്യമായിട്ട് പല വീഡിയോകളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി നിരവധി അഭിപ്രായങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്, നിരവധി പഠനങ്ങൾ ലഭ്യമാണ്. നമ്മൾ ആരെ വിശ്വസിക്കും? ഏത് പഠനത്തെയാണ് വിശ്വസിക്കേണ്ടത്? അല്ലെങ്കിൽ ഏതാണ് പ്യുവറായിട്ടുള്ള ശാസ്ത്രം? നമ്മളെവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും? അപ്പോൾ നമ്മൾ ഓരോരുത്തരും പറയും അത് എവിടെ? ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അല്ലെങ്കിൽ അതുപോലത്തുള്ള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടതെന്നൊക്കെ പറയും. പക്ഷേ അവർ ജസ്റ്റ് ഒരു പഠനമാണ് പുറത്തു വിടുന്നത് അല്ലേ? അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സുകളും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്ന മറ്റു പലരാണ്. അവരൊരിക്കലും ഒരു പ്രൊഡക്ഷനിലേക്ക് അതിനെ പോലെ, അല്ലെങ്കിൽ ആ ടെക്നോളജീനെ എടുത്തുകൊണ്ട് അതിനൊരു എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ പ്രോഡക്റ്റോ ആക്കി അവർ മാറ്റുന്നില്ല. അവർ കേവലം ഒരു പഠനമാണ് പുറത്തേക്ക് വിടുന്നത്. ആ പഠനം തന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവർ തന്നെ റിവൈസ് ചെയ്തിട്ട് അത് പറയും. ഇപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ചെയ്തിട്ടുള്ള അവരുടെ ഓരോ കാലഘട്ടത്തിൽ ഓരോ റിപ്പോർട്ടുകളാണ് അവർ പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ രാജ്യം, ഏത് രാജ്യമാണോ ആ പഠനം പുറത്തേക്ക് വിടുന്നത്, ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി അതിലടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് ഒരു വിശ്വസിക്കാവുന്ന ഏതൊരു ശാസ്ത്ര വിശ്വാസിയും ആദ്യം പറയുന്നൊരു വാക്കാണ് നാസ എന്നുള്ളത്. ഇപ്പോൾ നാസ എന്താണെന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് ഏതൊക്കെ രാജ്യങ്ങളാണ് അതിനെ ഫണ്ട് ചെയ്യുന്നത്. ആ രാജ്യത്തിൻ്റെ ബഹിരാകാശ ഗവേഷണത്തിന് വേണ്ടി ഇപ്പോൾ അമേരിക്ക, UK അല്ലെങ്കിൽ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ കൂടി ആ ഒരു നാസയ്ക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് അല്ലേ? ആ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ അതിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എപ്പോൾ തന്നെയായാലും ഇപ്പോൾ ഈ നാസ പല കാലഘട്ടങ്ങളിലായിട്ട് പുറത്തുവിട്ട പല കാര്യങ്ങളും അവരുടെയും കൂടിയും അജണ്ടകൾ അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് അല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ ഏത് കാര്യങ്ങളും അറ്റ് ദ പ്യൂറസ്റ്റ് ഫോമിൽ എല്ലാ കാര്യങ്ങളും ശരിയാണ്. ഇപ്പം നമ്മളൊക്കെ പറയാറുണ്ട്, എല്ലാ സത്യങ്ങളും പുറത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് അല്ലേ? കള്ളം പറയാതിരുന്നാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ 10 സത്യമുണ്ടെങ്കിൽ ചിലപ്പോൾ 2 സത്യം പറഞ്ഞാൽ മതി, ബാക്കി 8 സത്യം മൂടി വയ്ക്കാം നമുക്ക്.
അപ്പോൾ മൂടി വെച്ചുകൊണ്ട് ആരും ഒന്നും ചോദിക്കാൻ ചെല്ലില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ മാത്രമാണ് പ്രശ്നമുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി തന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. കാരണം എന്തുകൊണ്ട് അത് അത് മനുഷ്യൻ്റെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതിൻ്റെ സാരാംശം. മനുഷ്യൻ്റെ കയ്യിലാണ് ശാസ്ത്രം ഇരിക്കുന്നത്. മനുഷ്യനാണ് ശാസ്ത്രത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യന് എന്ത് വേണമെങ്കിലും അതിൽ ചെയ്യാനായിട്ട് കഴിയും. മനുഷ്യൻ്റെ താല്പര്യങ്ങൾ അതിൽ വരും. മനുഷ്യൻ്റെ ചിന്തകൾ, മനുഷ്യൻ്റെ ആദർശങ്ങൾ, മനുഷ്യൻ ഐഡിയോളജി, അവൻ വിശ്വസിക്കുന്ന ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആ പഠനങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു വിശ്വാസി, ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ ഖുറാനെ വിശ്വസിക്കുന്ന ഒരാൾ, ഒരു വിശ്വാസി ഒരു റിസർച്ച് നടത്തുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്തെന്നിരിക്കും. അപ്പോൾ അറ്റ് ദ പ്യൂറസ്റ്റ് ഫോമിൽ എവിടെ കാണാനായിട്ട് സാധിക്കും? അതൊരു ചോദ്യചിഹ്നമാണ്. നിരവധി പേര്, എന്നാൽ അറ്റ് ദ പ്യൂറസ്റ്റ് ഫോമിൽ നമുക്കൊരു കാര്യങ്ങളും ലഭ്യമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പഴയ കാലത്ത് നിരവധി പേര് സ്വന്തം ജീവിതം ബലിയായിട്ട് നൽകിക്കൊണ്ട് നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നേരത്തെ റേഡിയത്തിൻ്റെ കേസിൽ പറഞ്ഞ പോലെ മേരി ക്യൂറിയൊക്കെ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ ദോഷഫലങ്ങൾ കൊണ്ട് മരണപ്പെട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഗലീലിയോ, ഇതുപോലുള്ളൊരു ആ കാലഘട്ടത്തിൽ അന്ന് എല്ലാവരും ഇപ്പോൾ ഒരു മതത്തിനെതിരെ അതിന് തിരിയാറുണ്ട്. പക്ഷേ അന്ന് കാലഘട്ടത്തിലെ ശാസ്ത്രം തന്നെ ഗലീലിയോയ്ക്ക് എതിരെയായിരുന്നു അല്ലേ. കേവലം മതം മാത്രമല്ല, കാരണം അന്നത്തെ ശാസ്ത്ര മേഖലയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാവരും മതവിശ്വാസികളായിരുന്നു. അപ്പോൾ അതിനെ കുറ്റം വന്നപ്പോൾ മൊത്തം മതത്തിൻ്റെ തലയിലിട്ട്. പക്ഷേ അന്നത്തെ ശാസ്ത്രവിശ്വാസികളും അന്നത്തെ ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും മതവിശ്വാസിയായിരുന്നു. അപ്പോൾ അവരും ആ ഒരു ചിന്താധാരയിൽ നിന്നുകൊണ്ടാണ് ഗലീലിയോനെ എതിർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഗലീലിയോ അതിനു വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് മരിക്കേണ്ടി വന്നു. അതിന് കുറേ കോൺട്രവേഴ്സി ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ നിരവധി എക്സാമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിക്കോള ടെസ്ലയെ പറ്റി നമ്മൾ പറയും. ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് നിക്കോള ടെസ്ലയെ എല്ലാവരും പുകഴ്ത്താൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ലോകത്തിന് എല്ലാവരും അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതൊക്കെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. കാരണം നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്ന ആ സമയത്ത് പാരലായിട്ട് എഡിസൺ ഇവിടെ DC കണ്ടുപിടിച്ചു. ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി എഡിസൺ കണ്ടുപിടിച്ചു. നിക്കോള ടെസ്ല ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഏറ്റവും നല്ലത്. അതായത് ട്രാൻസ്മിഷനും യൂസ് ചെയ്യാനും ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും ഓൾട്ടർനേറ്റീവ് കറണ്ട് ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് അറിയാമായിരുന്നിട്ട് പോലും ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ പുറത്തേക്ക് കൊണ്ടുവരാതെ, അല്ലെങ്കിൽ ഈ ടെക്നോളജിയെ, ഈ സാങ്കേതിക വിദ്യയെ പുറത്തേക്ക് കൊണ്ടുവരാതെ എഡിസൺ കുറേ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ചരിത്രത്തിൽ അതിനുള്ള തെളിവുകളുണ്ട്. കാരണം അയാൾ ഒരു വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രി താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മൈൻഡോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഏറ്റവും നല്ല ടെക്നോളജി പോലും പുറത്തേക്ക് കൊണ്ടുവരാതെ അദ്ദേഹം തടഞ്ഞിട്ടുണ്ട്. അത് പിന്നീടാണ് പിന്നെ എല്ലാ ശാസ്ത്രത്തിന് മറ്റുള്ളവർക്കൊക്കെ അത് ബോധ്യപ്പെടുകയും പിന്നീട് തിരിച്ച് ഓൾട്ടർനേറ്റീവ് കറണ്ടിലേക്ക് തന്നെ എല്ലാവരും തിരിച്ചു വരാനായിട്ടുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇലക്ട്രിക്കൽ കാറിനെ പറ്റി ഒന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും നല്ല ടെക്നോളജി അല്ലെങ്കിൽ പൊല്യൂഷൻ രഹിത ടെക്നോളജി എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ കാറ് ആണോ എന്നുള്ളതൊരു ഡിബേറ്റാണ്. നമുക്കറിയാം, ഇപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് ഉണ്ട്. ചിലപ്പോൾ അതായിരിക്കാം ഏറ്റവും നല്ല ടെക്നോളജി. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി, ഇപ്പോഴത്തെ ബിസിനസ്സിന് വേണ്ടി പലരും ഈ ഒരു ടെക്നോളജിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കറിയില്ല ഏതൊക്കെയാണ് സത്യമെന്നോ ഏതൊക്കെയാണ് ശരിയെന്നുള്ളത്. അപ്പോൾ നിരവധി എക്സാമ്പിൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. നിരവധി പേര് അങ്ങനെ അറ്റ് ദ പ്യൂറസ്റ്റ് ഫോമിൽ ശാസ്ത്രത്തെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും അതിനുവേണ്ടി ജീവൻ തന്നെ ബലിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വളരെ മഹാന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഇന്നും കുറേയെങ്കിലുമൊക്കെ നമ്മുടെ ശാസ്ത്രം നല്ല രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ശാസ്ത്രം അറ്റ് ദ പ്യൂറസ്റ്റ് ഫോമിൽ മനുഷ്യന് നല്ലതാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ വളരെ ക്ലീനാണ്. പക്ഷേ ഈ ശാസ്ത്രം ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠനങ്ങൾ
പുറത്തേക്ക് വിടുന്നു. അതിനുശേഷം അതിനെ ഏറ്റെടുക്കുന്നത് പിന്നെ ആരാണ്? നമുക്കറിയാം, ഒരു വ്യാവസായിക വിപ്ലവം നമ്മുടെ 19-ാം നൂറ്റാണ്ടിലൊക്കെ സംഭവിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റം, കോർപ്പറേറ്റുകളുടെ ആവിർഭാവത്തിന് ശേഷം നമ്മളുടെ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ക്വാളിറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. പണ്ട് കാലത്ത് ഒരു ഫാർമർ തൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റിന്, ഒരു മൂല്യവർദ്ധിത പ്രോഡക്റ്റിനുള്ള ക്വാളിറ്റിയും ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ പല പല കാര്യങ്ങൾക്ക് ശേഷം ഉണ്ടായി വരുന്ന, പ്രോസസ്സ് ചെയ്ത് വരുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. പലരും അതിനൊക്കെ വെള്ള പൂശി കൊണ്ടിരിക്കുകയാണ് അല്ലേ. ശാസ്ത്രം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ ടെക്നോളജിയാണ്, അത് കുറേ നാൾ കേടുകൂടാതിരിക്കും, അപ്പോൾ അതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും അതിനെ കണ്ണടച്ചുകൊണ്ട് അതിനെ അപ്രൂവ് ചെയ്ത് വിടുകയാണ് അല്ലേ. പക്ഷെ നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് ഇത്രയധികം ഷെൽഫ് ലൈഫിൽ വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എത്രയധികം അതിൽ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നു, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നു, എത്രയൊക്കെ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി എന്ത് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു. ഇതൊക്കെ ശരീരത്തിന് അൾട്ടിമേറ്റായിട്ട് നല്ലതാണോ അല്ലേ? നമുക്ക് പലപ്പോഴും അറിയാം, ഈ മനുഷ്യർ പ്രവർത്തിക്കുന്നത് അവിടെയാണ് ശരിക്കും ഈ മൊറാലിറ്റിയുടെ വലിയൊരു ഘടകം കിടക്കുന്നത്. ഈ ശാസ്ത്രം എന്തുകൊണ്ടാണ് മനുഷ്യന് ദോഷകരമായി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശാസ്ത്രം ഉപയോഗിക്കുന്ന മനുഷ്യൻ അവൻ ഈ മൊറാലിറ്റി ഇല്ലാതെ ആവുമ്പോൾ അവനുണ്ടാക്കുന്ന പ്രോഡക്ട്സിലെല്ലാത്തിലും അത് നിഴലിക്കും. നമുക്കറിയാം, ഒരു കോർപ്പറേറ്റ്, ഇപ്പോൾ നമുക്കറിയാം എത്രയധികം കമ്പനികളുണ്ട് ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന, ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ. ഇപ്പോൾ മെയിനായിട്ട് നമുക്കറിയാം, ലോകത്ത് തന്നെ P&G അല്ലെങ്കിൽ യൂണിലിവർ തുടങ്ങിയുള്ള കോർപ്പറേറ്റുകളുടെ അണ്ടറിലാണ് നിരവധി ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ മൊറാലിറ്റി എന്താണ്? ഇപ്പോൾ P&Gയെ പറ്റി നിരവധി ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് പലരും. പല കാലഘട്ടത്തിൽ പല പ്രോഡക്ട്സിനെ പറ്റി നിരവധി പ്രോഡക്റ്റുകൾ, നിങ്ങൾക്കത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, നിരവധി പ്രോഡക്റ്റുകൾ അവർ വിപണിയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? അത് മനുഷ്യന്, ചില ബേബി പ്രോഡക്ട്സുകളൊക്കെ പലതും മനുഷ്യന് അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് ദോഷകരമാണ്, അതിൽ അത്രയധികമുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്ന് കണ്ടെത്തിയതിന് ശേഷം അതൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. പലരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അത് പിൻവലിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ അറിയാം ഇതിനെന്തൊക്കെ ദോഷങ്ങൾ മനുഷ്യന് ഉണ്ടാക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കുണ്ടാക്കും. പക്ഷെ അതൊന്നും ഒരു മൂടി വെച്ചുകൊണ്ട് പല കാര്യങ്ങളും അവർ ചെയ്യുന്നു. ഇന്ന് മെയിനായിട്ടുള്ള ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള മിക്ക സാധനങ്ങളും പലതിലും മനുഷ്യൻ്റെ ഗുണത്തിന്, ഇപ്പോൾ നേരത്തെ ഞാൻ മുമ്പും പറഞ്ഞ പോലെ തന്നെ, ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ മനുഷ്യന് നല്ലതായിട്ടുണ്ടാവും. നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല മൂലകങ്ങളോ അല്ലെങ്കിൽ വിറ്റമിൻസോ മിനറൽസോ ഏതെങ്കിലും കാര്യങ്ങൾ മനുഷ്യ ശരീരത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ രണ്ട് കാര്യങ്ങളെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൽ മറ്റുള്ള കാര്യങ്ങളും കൂടി അവർ ചേർത്തുകൊണ്ട് അതവർ വിൽക്കും. അത് മനുഷ്യനെ അൾട്ടിമേറ്റായിട്ട് ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യുന്നതല്ല. എന്നാൽ മനുഷ്യരാശിയെ നശിപ്പിക്കാം എന്ന് കരുതിയിട്ടുണ്ട് ഇങ്ങനെ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുകയല്ല അവർ ചെയ്യുന്നത്. പക്ഷേ അവരവിടെ നോക്കുന്നത് അവരുടെ ലാഭമാണ് അല്ലേ. കോർപ്പറേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്ത നിങ്ങളിൽ എത്ര പേരുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പോളിസികൾ എടുത്തു നോക്കിയാൽ അറിയാം. ഇപ്പോൾ പലരും പല പോളിസികളും ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ മറ്റുള്ള വീഗനിസം, ഇതൊക്കെ ആഡ് ചെയ്ത് അവരാണ് പ്രോഡക്റ്റുകൾ അവരുടെ പോളിസികൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട്. അതുതന്നെ ഈ അടുത്ത കാലത്താണ് ഈ പ്രകൃതി സംരക്ഷണമൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമുക്കറിയാം, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വരും അതിൽ പ്രകൃതി സൗഹാർദ്ദം എന്നുള്ള രീതിയിലൊരു ലേബൽ അടിയിലുണ്ടാവും. കാരണം അത് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം തങ്ങളുടെ പ്രോഡക്റ്റുകളും തങ്ങളും നിലകൊള്ളുന്നത് എനർജിയെ സംരക്ഷിക്കാനാണെങ്കിൽ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് പരസ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ അവരുടെ ഉള്ളിൽ അത്രയും പ്രകൃതി സ്നേഹവും മനുഷ്യ സ്നേഹവും ഉണ്ടെന്ന് നമുക്ക് കരുതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി കോർപ്പറേറ്റ് എന്നുള്ള സംഭവം നമുക്ക് എടുത്തു നോക്കിയാൽ അതൊരു വ്യക്തിയല്ല. ഇപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരാളാണെങ്കിലും ഓക്കെ, അയാളുടെ മൊറാലിറ്റി അനുസരിച്ചായിരിക്കും അയാളുടെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറയും. പക്ഷേ കോർപ്പറേറ്റ് ഭരണ സംവിധാനത്തിൽ ഒരിക്കലും അതൊരു വ്യക്തിയിൽ നിലനിൽക്കുന്നതല്ല, ഒരു കൂട്ടം വ്യക്തികളാണ്. അപ്പോൾ എല്ലാ വ്യക്തികളും പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ എല്ലാ വ്യക്തികളുടെയും സ്വഭാവങ്ങളോ അല്ലെങ്കിൽ എല്ലാ വ്യക്തിയുടെ താല്പര്യങ്ങളോ അവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ ജനറലായിട്ടൊരു പോളിസി അവിടെ ഉണ്ടാക്കി വയ്ക്കും.
ആ ജനറൽ പോളിസികളിലെ മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭൂരിഭാഗം പേർക്ക് അറിയാം. ഒന്ന്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന അവരുടെ മോട്ടീവ് അല്ലേ. ഒരു കോർപ്പറേറ്റ് കമ്പനി അല്ലെങ്കിൽ ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അവർക്ക് നഷ്ടം വരുന്ന രീതിയിൽ അവർക്ക് അത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും? ഒരിക്കലുമില്ല. കാരണം നിരവധി ആളുകൾ അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു, നിരവധി കാര്യങ്ങളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിരവധി ആൾക്കാരുടെ പൈസ അവർ മൂലധനമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ ലാഭം കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ഈ കോർപ്പറേറ്റ് പോളിസിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റ് എപ്പോഴും ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് കാര്യം ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്, പ്രോഡക്റ്റിൻ്റെ റെപ്യൂട്ടേഷൻ നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ഒക്കെ അതിനുശേഷം പിന്നെ എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ കുറേ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എടുക്കുമ്പോൾ ഏറ്റവും താഴെ ആയിരിക്കും വരുന്നത് ഈ പ്രകൃതി സൗഹാർദ്ദവും അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഉള്ള പോയിൻറ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് നമുക്ക് ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. പണ്ട് കാലത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഒരു കടയിൽ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരാൾ നമ്മുടെ തവിടെണ്ണ വിൽക്കാനായിട്ട് വന്നു. തവിടെണ്ണ അവിടെ അയാൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക പാക്കറ്റുകളിലായിട്ട്. അപ്പോൾ ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ ഈ തവിടെണ്ണ കണ്ടപ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അത് ഏകദേശം ഒരു 110, ലിറ്ററിന് 110 രൂപയാണെന്ന്. ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. അപ്പോൾ 110 രൂപയാണ് ഒരു പാക്കറ്റ് തവിടെണ്ണയ്ക്ക്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയുള്ളൊരു കാര്യം, അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, ഈ തവിടെണ്ണ നല്ലതാണ്? അപ്പോൾ ആൾ പറഞ്ഞു, ഏറ്റവും ബെറ്ററാണ് തവിടെണ്ണ. തവിട് ഗോതമ്പിൻ്റെ തവിട് അല്ലെങ്കിൽ നെല്ലിൻ്റെ തവിടിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അതിനെ പ്രസ് ചെയ്ത് അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണയാണിത്. അത് ശരീരത്തിന് വളരെയധികം നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, നിരവധി റിസർച്ചുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാഗം ഇങ്ങനെ വാദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞാനും കേട്ടിട്ടുണ്ട് തവിടെണ്ണ ശരീരത്തിന് നല്ലതാണ് അല്ലേ. നിങ്ങൾക്ക് എവിടെ എടുത്തു വയ്ക്കാനും അറിയാം, തവിടെണ്ണ ശരീരത്തിന് നല്ലതാണെന്ന് തന്നെയാണ് എല്ലാവരും എഴുതിയിരിക്കുന്നത്. പക്ഷേ 110 രൂപ ഒരു ലിറ്ററിന് തവിടെണ്ണ വിൽക്കണമെങ്കിൽ അതിൽ എത്രമാത്രം തവിടെണ്ണ ഉണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് വയ്ക്കലറിയാം അല്ലേ. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഒരു ലിറ്റർ, അതായത് 1 ലിറ്റർ എന്ന് പറയുന്നത് ഏകദേശം 1 കിലോ ആയിട്ടല്ലേ നമ്മൾ കാണുന്നത്, 1 കിലോ തവിടെണ്ണ ഉണ്ടാക്കാനായിട്ട് എത്ര കിലോ തവിട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഒരു 5 കിലോ മിനിമം യൂസ് ചെയ്താൽ മാത്രമാണ് 5 കിലോ തവിട്, അതിൽ കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഒരു 5 കിലോ തവിടെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് അത് പ്രസ് ചെയ്താൽ മാത്രമാണ് അതിൽ നിന്നും 1 ലിറ്ററെങ്കിലും എണ്ണ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൂടാതെ അത് ഉണ്ടാക്കുന്ന എണ്ണ എന്ന് പറയുന്നത് വളരെ ക്രൂഡ് ഫോമിലുള്ള ഒരു എണ്ണയാണ്. അപ്പോൾ അതിൻ്റെ നേരെയുള്ള ഒരു നല്ലൊരു കളറിലേക്ക് എത്തിക്കണമെങ്കിൽ നിരവധി കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. അതുപോലെ തന്നെ പല ഹീറ്റിംഗ് പ്രോസസ്സിൽ കൂടെയൊക്കെ പോയിട്ട് അതിനെ സ്റ്റേബിൾ ആക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിൽ ചെയ്യണം. അപ്പോൾ തവിടിന് എത്ര രൂപ അന്ന് വിലയുണ്ടെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു 15-20 രൂപയോളം തവിടിന് 1 കിലോന് അന്ന് വിലയുണ്ട്. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പോൾ ഈ തവിടിൻ്റെ വില തന്നെ 100 രൂപയ്ക്ക് മുകളിൽ പോകുന്നുണ്ട് 5 കിലോ തവിടിന്. പിന്നെ ഈ തവിട് തന്നെ പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള അതിൻ്റെ ചിലവ്, അതുപോലെ തന്നെ അതിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങളുടെ ചിലവ്, പാക്കിങ്ങിൻ്റെ ചിലവ്, മാർക്കറ്റിങ്ങിൻ്റെ ചിലവ്, അതുപോലെ തന്നെ ഇയാൾ 110 രൂപയ്ക്ക് കടയിൽ വിൽക്കണമെങ്കിൽ ഇയാൾക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്തായാലും ഒരു 50 രൂപയെങ്കിലും മിനിമം ഉണ്ടായാൽ മാത്രമാണ് ഇയാൾക്ക് 110 രൂപയ്ക്ക് കടയിൽ വിൽക്കാൻ പറ്റുള്ളൂ. കാരണം 50 രൂപയ്ക്കുണ്ടായി ഇയാളുടെ ലാഭം ഒരു 25% എടുക്കുന്നു, പിന്നെ കടക്കാരന് 25% ലാഭം എടുക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എണ്ണ 50 രൂപയുടെ എണ്ണയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ അവർക്ക് 110 രൂപയ്ക്ക് 1 കിലോ തവിടെണ്ണ വിൽക്കാനായിട്ട് സാധിക്കും? അപ്പോൾ ഈ കാര്യം ഞാൻ അവിടെ വെച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഉത്തരം കിട്ടാതെ അദ്ദേഹം മിണ്ടാതിരിക്കുകയും അതുപോലെ തന്നെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഇത് തന്നെ കോമൺ സെൻസാണ് മനുഷ്യൻ്റെ അല്ലേ. നമ്മുടെ കോമൺ സെൻസിൽ കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം എന്ത് കാര്യങ്ങൾ. ഇന്ന് സൂര്യകാന്തി എണ്ണ നല്ലതാണെന്ന് പറയുന്നു. ഓക്കെ,
സൂര്യകാന്തി എത്ര കിലോ സീഡ് യൂസ് ചെയ്താലാണ് 1 ലിറ്റർ എണ്ണ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും ആ സീഡിൻ്റെ മാർക്കറ്റ് വിലയും അതുപോലെ തന്നെ ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് നോക്കിയാൽ അറിയാം. അതുപോലെ തന്നെ ഈ ഉണ്ടാക്കുന്ന ക്രൂഡ് ഫോമിലുള്ള എണ്ണ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആ കിട്ടുന്ന എണ്ണയുടെ പാക്കറ്റ് എടുത്ത് നോക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നോക്കിയാൽ അറിയാം. സൺഫ്ലവർ ഓയിൽ എന്നുള്ളത് ഇത്ര പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റു പല വെജിറ്റബിൾ ഓയിൽസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നല്ലൊരു ടെക്നോളജി അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തെ മനുഷ്യരിലേക്ക് എത്തുമ്പോൾ എപ്പോഴും അതിൽ മായം ചേർന്നുകൊണ്ട് മനുഷ്യന് അത് അങ്ങനെയാണ് കയ്യിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കേസിൽ നമുക്ക് എടുത്താൽ അറിയാം, ഫ്രൂട്ട്സ് നല്ലതാണ് അല്ലേ, ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, ഗ്രേപ്സ്, ആപ്പിൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ നാട്ടിലെ കടയിൽ കിട്ടുന്ന ഗ്രേപ്സ് നിങ്ങൾക്ക് കൊച്ചുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അറിയുന്നവർക്കറിയാം ആ ഗ്രേപ്സിൽ എന്താണുള്ളതെന്ന്. അത് എത്ര കാലം സാധാരണ ഈ ഒരു ഗ്രേപ്സ് കേടാകാതെ നിൽക്കണമെങ്കിൽ അത് ഇത്രയും ടെമ്പറേച്ചറിൽ നമ്മൾ അത് നിർത്തിയാൽ മാത്രമാണ് അത് ആ ഗ്രേപ്സ് അതേപോലെയുള്ള ഒരു ഫ്രഷ്നെസ്സോടു കൂടി, അതും ഇത്രയും ഷെൽഫ് ലൈഫേ ഉള്ളൂ. അത് വിദേശങ്ങളിൽ താമസിക്കുന്നവർക്കറിയാം. അവരുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഗ്രേപ്സിൻ്റെ എക്സ്പയറി ഡേറ്റും ആ ഗ്രേപ്സിൻ്റെ ഫ്രഷ്നെസ് നോക്കിയാൽ അറിയാം. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ ഗ്രേപ്സ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കഴിക്കാൻ പറ്റും. കാരണം അവിടുത്തെ ഗവൺമെൻറ് സ്ട്രിക്റ്റാണ്, പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നതിനും മറ്റു പല കാര്യങ്ങൾക്കും നിയന്ത്രണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെന്താ സ്ഥിതി? ഒരു നിയന്ത്രണവുമില്ലാതെ, ഒരു കാര്യങ്ങളും ചെക്ക് ചെയ്യാതെ, ഒരു ശാസ്ത്രീയമായുള്ള രീതിയിൽ ചെയ്യാതൊക്കെ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് വിപണിയിലേക്ക് എത്തിക്കുന്നു. അത് കഴിക്കുന്ന മനുഷ്യർക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് ആരെ വിശ്വസിക്കാൻ പറ്റും? ഏത് ശാസ്ത്രമാണ് പ്യുവറായിട്ട്, എവിടെയാണ് പ്യുവറായിട്ടുള്ള ശാസ്ത്രം കിട്ടുന്നത്? നമുക്ക് ഒരു സ്ഥലത്തും കിട്ടില്ല. നിങ്ങൾ നോക്കിക്കോ. ഇപ്പോൾ നമ്മൾ നേരത്തെ കാര്യത്തെപ്പറ്റി പറഞ്ഞു, അലോപ്പതിയെ പറ്റി പറഞ്ഞപ്പോൾ പലരും കമൻറ്റ് ചെയ്യണ്ടായി, അലോപ്പതിയാണ് ഉള്ളത്. പക്ഷേ നിങ്ങൾ അലോപ്പതിയുടെ എല്ലാ ടെക്നോളജിയും നല്ലതാണ്, പക്ഷേ നിങ്ങൾക്കത് പ്യുവറസ്റ്റായിട്ട് എവിടെ കിട്ടും? നിങ്ങൾ 2 കേസ് നിങ്ങളെടുക്കുക. ഇപ്പോൾ ഒരു പനിയും ചുമയും തലവേദനയും അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനായിട്ട് ഒരാളെ നിങ്ങൾ രണ്ടുപേർക്കും തുല്യ രോഗമാണ്. ഒരാളെ നിങ്ങൾ UK ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യാൻ വിടുക, ഒരാളെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യാൻ വിടുക. ഇവർ 2 പേരും ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, അവിടുത്തെ ഡോക്ടർ കാണുന്നു, പരിശോധിക്കുന്നു, ചില മരുന്നുകൾ കൊടുക്കുന്നു, ചില ടെസ്റ്റുകൾ ചെയ്യാൻ പറയുന്നു. ഓക്കെ, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു. നിങ്ങൾ അവസാനം 2 വ്യക്തികളും രോഗത്തിൽ നിന്ന് വിമുക്തമാവുന്നു. നിങ്ങളതിന് ശേഷം ഇവർ 2 പേരുടെ റിപ്പോർട്ട് മേടിക്കുക. അവർ ചെയ്ത ടെസ്റ്റുകൾ, അവർ യൂസ് ചെയ്ത മരുന്ന്, അവർക്ക് കൊടുത്ത മരുന്നുകൾ, ഇതെല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ചിലപ്പോൾ UK പോയ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ NHSൻ്റെ അണ്ടറിൽ ടെസ്റ്റിന് പോയ വ്യക്തികൾക്ക് ചിലപ്പോൾ മരുന്നേ കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ചെറിയ മരുന്നുകളോ അല്ലെങ്കിൽ ചെറിയ 1-2 മരുന്നോ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ടെസ്റ്റ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ പോയ നമ്മുടെ നാട്ടിലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയ വ്യക്തിയുടെ അടുത്തിൽ എത്രയധികം മരുന്നുകൾ അവർക്ക് എഴുതിയിട്ടുണ്ടാവും, എത്ര ടെസ്റ്റുകൾ അവർ എഴുതിയിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് നമ്മളെ കബളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം ബിസിനസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കും? ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ അന്ന് വിചാരിക്കുന്ന NHS ഗവൺമെൻറ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ NHS ഓക്കെയാണ്, അവരാണ് പ്യുവറായിട്ട് വൈദ്യം കൊടുക്കണമെന്ന്. പക്ഷേ NHSൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, അവർക്ക് രോഗികൾ ക്യൂവിൽ നിൽക്കുകയാണ്. രോഗികൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് പല കേസുകളും, ചെറിയ കേസുകൾ അവർക്ക് കൂടുതൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിടാനായിട്ട് സാധിക്കില്ല. അത്രയധികം തിരക്കും അത്രയധികം ആവശ്യക്കാരും ഉള്ളപ്പോൾ അവർ ചിലപ്പോൾ പകുതി കാര്യങ്ങൾ ചെയ്യേണ്ടാവില്ല. അപ്പോൾ അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഏതാണ് ശരിയെന്ന് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, പ്യൂറസ്റ്റ് ഫോമിലുള്ള ശാസ്ത്രത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം എല്ലാ ശാസ്ത്രത്തിൻ്റെ മേഖലകളും, ഇപ്പോൾ ഏതൊരു പഠനങ്ങളെയും നിങ്ങൾ ഫണ്ട് ചെയ്യുന്നത് ആരാന്ന് നോക്കിയാൽ അറിയാം, അതൊക്കെ വലിയ വലിയ കോർപ്പറേറ്റുകളായിരിക്കും നിരവധി എന്ത് കാര്യങ്ങളും ഇപ്പോൾ പുതിയതായിട്ടൊരു കാര്യം ഇറക്കുന്നതിന് പിറകിൽ ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ അവരെ സംരക്ഷിച്ചേ പറ്റൂ.
അവരുടെ താല്പര്യങ്ങൾക്കെതിരെ അവർക്ക് നിൽക്കാൻ പറ്റും. ഇപ്പോൾ ആ കേസ് തന്നെ നമുക്കറിയാം, നമ്മുടെ പത്രമാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ന്യൂസ് ചാനലിലൊക്കെ വരുന്ന ഏതെങ്കിലും ജ്വല്ലറിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന ക്രൈമുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ അവർ റിപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്തുകൊണ്ട്? അവർക്ക് പൈസ കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ മാധ്യമങ്ങളിൽ നിന്നാണ് പൈസ കിട്ടുന്നത്, ഈ കമ്പനികളിൽ നിന്നാണ്. അപ്പോൾ അവർക്കെതിരെ അവർ ന്യൂസ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് വരുമാനം കിട്ടില്ലെന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവരത് ചെയ്യില്ല, അവരത് കണ്ണടയ്ക്കും. അപ്പോൾ അതേ കാര്യം തന്നെയാണ് എല്ലാ മേഖലയിലും എന്നുള്ളത്. അതല്ലാതെ വളരെ ചുരുക്കം പേര് മാത്രമാണ് സ്വന്തം സ്വത്ത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വത്ത് മുഴുവനായിട്ട് ഇന്നൊരു പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നു, ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം അവർ കണ്ടെത്തണം, അത് മനുഷ്യനെല്ലാവർക്കും നന്മയ്ക്കായിട്ട് വരണം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വളരെ വളരെ മനസ്സിൽ നന്മയുള്ളവരും വളരെയധികം അത് മനുഷ്യനെ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അവരുടെ പഠനങ്ങളെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റു പലരും പല കാര്യങ്ങളും ചെയ്യും. അല്ലെങ്കിൽ ആ പഠനം പുറത്തു വന്നാൽ തന്നെ അതിനെ പബ്ലിസിറ്റി കൊടുക്കാതെ ഇവരുടെ പഠനങ്ങൾ വന്ന് കവറപ്പ് ചെയ്ത് അതിനെ മൂടിക്കളയും, അല്ലെങ്കിൽ അത് മനുഷ്യരിലേക്ക് എത്തൂല്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ സിറ്റുവേഷനിൽ നമ്മൾക്ക് എങ്ങനെ ശാസ്ത്രത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും? അതാണ് പറയുന്നത്. മനുഷ്യൻ ഇപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞ ഒരു ദൈവവിശ്വാസത്തിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. നമ്മളെല്ലാവരും അന്ന് ദൈവവിശ്വാസികളെല്ലാവരും ഓക്കെയാണ്, ശാസ്ത്രവിശ്വാസികളൊക്കെ തെറ്റാണെന്നല്ല പറയുന്നത്. ദൈവവിശ്വാസമുള്ള ശാസ്ത്രജ്ഞരുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, അത് ഞാൻ ഏത് മതത്തെ പറ്റി പറയുന്നില്ല, ഞാൻ ക്രിസ്ത്യാനിറ്റിയെ മാത്രം എടുക്കുന്നുള്ളൂ. കാരണം എനിക്കറിയാവുന്ന മതം അതായതുകൊണ്ട് അതിനെപ്പറ്റി മാത്രം എടുക്കാം. ഒരു നല്ലൊരു ക്രിസ്ത്യാനി ഒരു നല്ലൊരു ശാസ്ത്രജ്ഞനായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഐഡിയൽ ക്രിസ്ത്യാനി ഒരു ശാസ്ത്രജ്ഞനായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഉണ്ടാക്കുന്നതിൽ ഒരിക്കലും മനുഷ്യന് ദോഷകരമായിട്ടുള്ളതൊന്നും അയാൾ ചെയ്യില്ല. അപ്പോൾ അവിടെ നിയമങ്ങളല്ല, നമുക്കറിയാം രാഷ്ട്ര നിയമങ്ങൾക്കൊരു വരമ്പുണ്ട്. ഇപ്പോൾ രാഷ്ട്ര നിയമങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം ഒരാൾ നല്ലവനാവാനായിട്ട് സാധിക്കില്ല. രാഷ്ട്ര നിയമങ്ങൾ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ നമുക്കറിയാം മനുഷ്യൻ്റെ ഉള്ളിൽ എത്ര പേര് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആരുമില്ലെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് തെറ്റിക്കും. മനുഷ്യൻ്റെ പ്രവണതയാണ്. നിങ്ങൾക്കറിയാം നിരവധി കാര്യങ്ങൾ, ലോകൾ ഇന്ന് നിർബാധം തെറ്റിച്ചുകൊണ്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയാം, ഇപ്പോൾ ഈ കണ്ടൻറ്റിൻ്റെ മേഖലയിൽ, യൂട്യൂബിൻ്റെ മേഖലയിലൊക്കെ നിരവധി ആൾക്കാരുടെ കണ്ടൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് പലരും പല വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന പാട്ടുകൾ, ഡൗൺലോഡ് ചെയ്യുന്ന പാട്ടുകൾ, ഇതൊന്നും കോപ്പിറൈറ്റിൽ വലിയൊരു ലംഘനമായിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ സിനിമ കാണുന്നവർ, ടെലിഗ്രാമിലൊക്കെ സിനിമ കാണുന്നവർ എത്ര വലിയ കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. അതാരെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? ഈ ശാസ്ത്രവിശ്വാസികൾ തന്നെ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൽ, അവരുടെ ലാപ്ടോപ്പിൽ എടുത്ത് നോക്കിയാൽ അറിയാം എത്രയധികം സോഫ്റ്റ്വെയറുകൾ, പൈറേറ്റഡ് ആയിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത സോഫ്റ്റ്വെയറുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരാൾ നല്ല ഒരാളാണെന്നോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. അവൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ ശാസ്ത്രവിശ്വാസികളും മതവിശ്വാസികൾ കളിയാക്കുന്നത് മതവിശ്വാസികളൊക്കെ പേടിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിക്കും ശാസ്ത്രവിശ്വാസികളും പേടിച്ചിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത്. കാരണം ഗവൺമെൻറ്റിനെ പേടിയാണ്, അല്ലെങ്കിൽ നിയമങ്ങളെ പേടിയാണ്, അല്ലെങ്കിൽ അവർക്ക് എതിരെ ആൾക്കാർ വരും. ഇതൊക്കെ കൊണ്ടാണ് അവർ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഒരു കയോസ് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പർജ് സിനിമ ഒക്കെ, ഇംഗ്ലീഷ് സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം, ഗവൺമെൻറ് അങ്ങനെ ഒരു നിയമം വരാണ്, നിയമങ്ങളൊന്നും ഒരു ദിവസത്തേക്ക് വാലിഡ് അല്ല എന്നുള്ളൊരു കാര്യം അവർ തീരുമാനിക്കാമെന്ന് വിചാരിക്കും. ഒരു ദിവസം ഒരു നിയമവും പ്രാബല്യത്തിലില്ല, അല്ലെങ്കിൽ ഒന്നും ആപ്ലിക്കബിൾ അല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അന്ന് ചെയ്യാം, എന്ത് ക്രൈം വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇവരുടെ തനി സ്വഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ദിവസത്തേക്ക് ആ നിയമം എടുത്ത് മാറ്റിക്കഴിഞ്ഞ്, നിയമത്തിൻ്റെ സാധ്യതകൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞ് ഈ മനുഷ്യരുടെ തനി സ്വഭാവങ്ങൾ നിങ്ങൾക്ക് പുറത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഒരു യഥാർത്ഥ വിശ്വാസി ഈ ഭരണത്തിൻ്റെ നിയമങ്ങൾ മാറിയാലും എന്ത് തന്നെ മാറ്റം വന്നാലും അവൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന അതിൽ വെച്ചിട്ടാണ്. കാരണം അവൻ രഹസ്യമായിട്ട് ചെയ്യുമ്പോഴും ദൈവം കാണുന്നുണ്ടെന്ന് അവനറിയാം, അവൻ പരസ്യമായിട്ട് ചെയ്യുമ്പോഴും ദൈവം കാണുന്നുണ്ടെന്ന് അവനറിയാം. അപ്പോൾ അവനൊരിക്കലും ആ തിന്മയിൽ കൂടെ പോകാനായിട്ട്
സാധിക്കില്ല. ഞാൻ പറഞ്ഞത് ഇത് ഐഡിയൽ വിശ്വാസിയുടെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പലരും മനസ്സിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ദൈവവിശ്വാസികളായിട്ടുള്ളവർ തെറ്റ് ചെയ്യുന്നില്ലെന്ന്. തെറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഐഡിയൽ വിശ്വാസി എന്ന് പറയും. യഥാർത്ഥ വിശ്വാസി അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരാൾക്ക് രഹസ്യമായിട്ട് തെറ്റ് ചെയ്യാനും സാധിക്കില്ല, പരസ്യമായിട്ട് ചെയ്യാനും സാധിക്കില്ല. അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ എപ്പോഴും ആ മൊറൽ ഉണ്ടായിരിക്കും. അവനൊരിക്കലും ഒരു ജനത്തിൻ്റെ നന്മയ്ക്ക് മോശത്തിന് വേണ്ടി. അതാണ് നമുക്കറിയുന്നത്. ഇപ്പോൾ ഇന്ന് ഏത് മേഖലയിൽ, ഇപ്പോൾ കാർഷിക മേഖലയിൽ എടുത്തു വയ്ക്കാൻ അറിയാം. വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അവർ മരുന്നുകൾ തെളിക്കും. നമുക്കറിയാം മരുന്നുകൾ തെളിക്കാതെ കീടങ്ങൾ പോവില്ല. അത് ഫാക്റ്റാണ്. മരുന്നുകൾ തെളിക്കാതെ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഹരിതക മാർഗത്തിലൂടെ അത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ചിലപ്പോൾ സാധിക്കുകയായിരിക്കും, പക്ഷെ വളരെയധികം ബുദ്ധിമുട്ടും ചിലവേറിയതാണ്. അങ്ങനെ മറ്റുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സോ യൂസ് ചെയ്യാതെ ഒരു വിള ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയധികം പ്രാണികളും അത്രയധികം ജീവികളും നമുക്ക് നമ്മളെ കാർഷിക മേഖലയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പെസ്റ്റിസൈഡും അല്ലെങ്കിൽ കെമിക്കൽ സംഭവങ്ങൾ യൂസ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിൽ തന്നെ പല കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പെസ്റ്റിസൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ വിളയെടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് വിളയെടുക്കുന്നതിന് മുമ്പേ ഇത് ഇത്ര ദിവസം മുമ്പേ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് അത് കൃത്യമായിട്ട് പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ ഇന്ന് കർഷകർ അത് നോക്കും. എത്ര കർഷകരത് നോക്കും? അത് നോക്കുന്നവരാണ് പറഞ്ഞത് ഇതുപോലെ മൊറാലിറ്റി ഉള്ളവർ മാത്രമാണ് അങ്ങനെയൊക്കെ നോക്കി അത് മനുഷ്യന് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വീട്ടിലൊരു കുടുംബമുണ്ട്, അവരുടെ വീട്ടിൽ മക്കളുണ്ട്, അവർക്കത് രോഗമായിട്ട് മാറും എന്നൊക്കെ മനസ്സിൽ കുറ്റബോധവും ഇതും തോന്നുന്നത് ഈ മൊറാലിറ്റി ഉള്ളവർക്ക് മാത്രമാണ് ഇത് തോന്നാനായിട്ട് സാധിക്കുള്ളൂ. റാഷണലായിട്ട് ചിന്തിക്കുന്നവൻ അവൻ്റെ ലാഭമാണ് നോക്കുള്ളൂ, അല്ലേ? അവൻ ചിന്തിക്കുന്നതല്ലോ. ഇപ്പോൾ റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആദ്യം നോക്കേണ്ടത് എൻ്റെ കുടുംബം ഏറ്റവും എനിക്ക് എൻ്റെ മക്കൾക്ക് പൈസ ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം. അപ്പോൾ അതാണ് ആദ്യത്തെ ശരി അവൻ്റെ. മറ്റുള്ളവൻ്റെ കാര്യം രണ്ടാമതുള്ളൂ. അപ്പോൾ അവനും ഇതൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഈ മതവിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടായാൽ മാത്രമാണ് ഇന്ന് പല കാര്യങ്ങളും നല്ല രീതിയിലേക്ക് വരുള്ളൂ. അതായത് മൊറാലിറ്റി ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതേ കാര്യം തന്നെ നമുക്കറിയാം. ഈ ലാഭത്തിന് വേണ്ടി മാത്രമാണ് എന്ത് പ്രോഡക്റ്റ് ആയാലും ഇന്ന് വിപണിയിൽ വരുന്ന എന്ത് പ്രോഡക്റ്റിൻ്റെയും പിറകിൽ ലാഭമാണ് അവർക്ക് ആവശ്യം. കാരണം അതൊക്കെ നടത്തുന്നൊരു ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളും അതുപോലെ തന്നെ ഒരു കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഒരു സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു വിശ്വാസി തന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് വളരെ ചുരുക്കമാണല്ലേ. ഒരാൾ തന്നെ സ്വന്തം അയാളുടെ നിയന്ത്രണത്തിൽ. അപ്പോൾ അയാൾ പല ഫുഡ് പ്രോഡക്ട്സും അങ്ങനെ മനസ്സിൽ നന്മയുള്ള പല ആൾക്കാരും ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ തെറ്റ് ഇല്ലയെന്ന് ഒരിക്കലും ഒരുമിച്ച് പറയാനായിട്ട് സാധിക്കില്ല. അത് വളരെ അപൂർവമാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഒരു മായവും ചേർക്കാതെ, ഒരു മനുഷ്യന് ദ്രോഹമായിട്ടുള്ളൊരു കാര്യവും ചേർക്കാതെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ചിലപ്പോൾ വീടുകളിൽ ചിലവരുണ്ടാക്കുന്നുണ്ടാവും വളരെ ചെറിയൊരു ഇതിൽ. പക്ഷേ ഒരു വലിയൊരു മാസ് രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു പ്രൊഡക്ഷൻ രീതിയിൽ ഉണ്ടാക്കുന്നതിലൊക്കെ കോർപ്പറേറ്റുകളില്ലാതെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെയൊക്കെ ഈ ലാഭം മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ അവരുടെ ഒന്നും പോളിസികളിൽ മനുഷ്യൻ്റെ നന്മയല്ല പോളിസി, അല്ലേ? ലാഭം മാത്രമാണ് അവരുടെ പോളിസി. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിൽ നിന്ന് നല്ലതെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, പലരും പറഞ്ഞത് ഹോർലിക്സ് അല്ലെങ്കിൽ കോംപ്ലാൻ തുടങ്ങിയുള്ള ഹെൽത്ത് ഡ്രിങ്കിൽ നിന്ന് പല ഡ്രിങ്കുകൾക്കും ഹെൽത്ത് ഡ്രിങ്ക് എന്ന് വിളിക്കരുതെന്ന് വരെ കോടതി പറഞ്ഞിട്ടുണ്ട്. അത് എത്ര കാലഘട്ടത്തിന് ശേഷമാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നാൾ അവർ യൂസ് ചെയ്ത് ആ പേരും പറഞ്ഞുകൊണ്ട് അവർ പരസ്യം ചെയ്തു. അപ്പോൾ അതിനൊക്കെ എവിടെയാണ് ആ മനുഷ്യനെ വഞ്ചിച്ചതിന് എവിടെയാണ് അതിൻ്റെ നീതി എന്താണ്? അപ്പോൾ ഇത്രയും നാൾ അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു, അല്ലേ? അപ്പോൾ ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും ഹെൽത്ത് ഡ്രിങ്ക് അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ചോക്ലേറ്റ് എന്ന് പറയുന്ന സാധനങ്ങളിൽ പോലും ചോക്ലേറ്റ് ഇല്ല. കാരണം ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ കേസ് തന്നെ ചോക്ലേറ്റ് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈ നമ്മളുടെ കൊക്കോയിൽ നിന്നെടുക്കുന്ന ചോക്ലേറ്റിന് നിരവധി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്.
ചോക്ലേറ്റ് ശരീരത്തിന് നല്ലതാണ്, കുട്ടികൾക്ക് നല്ലതാണ്, ബുദ്ധിക്ക് നല്ലതാണെന്നൊക്കെ വളരെയധികം വലിയ പഠനങ്ങളുണ്ട്. പക്ഷേ ഇന്ന് കുട്ടികളുടെ കയ്യിലേക്ക് കിട്ടുന്ന ചോക്ലേറ്റിൽ എത്രയധികം മായമുണ്ടെന്ന് നമുക്കറിയാം. എത്രയധികം ഒരു കൊക്കോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ആ കണ്ടൻറ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. അതിൽ ഭൂരിഭാഗവും വരുന്നത് ഈ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഫാറ്റാണ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ പലരും ഈ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ദോഷമാണ്. ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ചോക്ലേറ്റ് കൊണ്ട് മേടിക്കുക, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് മേടിച്ചിട്ട് നമ്മൾ അവിടുത്തെ കുട്ടിക്ക് കൊടുക്കും. നമ്മുടെ ഉദ്ദേശം എന്താണ്? ആ കുട്ടീൻ്റെ സന്തോഷവും ഒരു നല്ലതിന് വേണ്ടിയിട്ടല്ല കൊടുക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആ കുട്ടിക്ക് വിഷം മേടിച്ച് കൊടുക്കാമെന്നുള്ള സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് നല്ല ബ്രാൻഡഡ് അല്ലെങ്കിൽ നല്ല, അതിന് വിലയും കൂടും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൊക്കോ അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റുകൾ അതിനധികം മധുരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അധികം കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നോക്കി നല്ല കാര്യങ്ങൾ നോക്കി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതോ നിങ്ങൾ വഴി ഓരത്ത് കിട്ടുന്ന ഈ 1 രൂപയ്ക്ക് ഒരു പാക്കറ്റ് അല്ലെങ്കിൽ 10 രൂപയ്ക്ക് ഒരു പാക്കറ്റൊക്കെ കിട്ടുന്ന ചോക്ലേറ്റ് എന്നുള്ള പേരിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് 1% പോലും അതിൽ കൊക്കോ ഉണ്ടാവില്ല. അതിൽ ഭൂരിഭാഗവും ഈ വെജിറ്റബിൾ ഓയിൽ, വെജിറ്റബിൾ ഫാറ്റ്സ്, അതായത് നമ്മൾ ഡാൽഡയിൽ നിങ്ങൾ ബ്രൗൺ കളർ പൊടിയും കുറച്ച് എസൻസും ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ആവും. ആ കാര്യം തന്നെയാണെന്ന് പല ചോക്ലേറ്റുകളായിട്ട്, ഈ വളരെ വില കുറഞ്ഞ ചോക്ലേറ്റുകളായിട്ട് ഇന്ന് വിപണിയിലുള്ളത്. അതിലൊന്നും കണ്ടൻറ്റ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. പല കാര്യങ്ങളൊന്നും ബ്രാൻഡഡ് ഒഫീഷ്യലായിട്ടുള്ള വലിയ ബ്രാൻഡുകളും അല്ല. പല ചെറിയ ചെറിയ ബ്രാൻഡുകൾ, അവരുടെ പേര് പോലും നമ്മൾ കേട്ടില്ല. അപ്പോൾ നമ്മളെ കടയിൽ ചെന്ന് ബേക്കറിക്കാർക്ക് അവിടെ കൊടുക്കുന്നത് എന്താണ്? ഒരാൾ കട നടത്തുന്നത് മനുഷ്യരെല്ലാവരെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ അവിടെ കട നടത്തുന്നത്. അവനതിൻ്റെ ലാഭമാണ്. കാരണം അവനൊരു കുടുംബമുണ്ട്, അവൻ്റെ സ്വാർത്ഥതയാണ് ചിന്തിക്കുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ. ഒരു കച്ചവടക്കാരൻ ചിന്തിക്കുന്നത് ഏത് പ്രോഡക്റ്റ് വിറ്റാലാണ് അവന് കൂടുതൽ ലാഭം കിട്ടുന്നത്, ആ പ്രോഡക്റ്റേ അവൻ വിൽക്കുള്ളൂ. അല്ല, അത് ഏറ്റവും നല്ല പ്രോഡക്റ്റാണെന്ന് പറഞ്ഞാൽ പോലും അതിന് ലാഭമില്ലെങ്കിൽ അവൻ അവിടെ വിൽക്കില്ല. അപ്പോൾ നമ്മളൊരു കടയിൽ ചെല്ലുന്നു, ഒരു ചോക്ലേറ്റ് വേണമെന്ന്, അവൻ ഏറ്റവും ലാഭമുള്ളത്. അപ്പോൾ 10 രൂപയുടെ ചോക്ലേറ്റ് ആണ് വില ഇട്ടിരിക്കുന്നതെങ്കിൽ അവന് ചിലപ്പോൾ കിട്ടുന്ന 5 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. അവന് 5 രൂപ ലാഭം അതിലുണ്ടാവും. അപ്പോൾ അവൻ അത് തരാനായിരിക്കും അവന് ഏറ്റവും അധികം താല്പര്യം. അതായിരിക്കും അവൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവൻ 5 രൂപ കിട്ടി. അപ്പോൾ ഈ 5 രൂപയ്ക്ക് ഈ കടക്കാരൻ്റെ കയ്യിലെത്തണമെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മിക്കവാറും 1 രൂപയെങ്കിലും 1 രൂപയിൽ താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 രൂപയിലുള്ള സാധനത്തിൻ്റെ 1 രൂപയിലേക്ക് അതിന് താഴ്ന്നു വന്നപ്പോൾ ആ 1 രൂപയിൽ എത്രമാത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ മനുഷ്യർ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചില്ലെങ്കിൽ ഈ മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ട്. അപ്പോൾ ഇതിനെ സാധൂകരിക്കാൻ കുറേ ശാസ്ത്രവിശ്വാസികൾ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു വിഷമവും അതുപോലെ തന്നെ ഏറ്റവും യോജിക്കാത്തൊരു കാര്യം. നിങ്ങൾ ശാസ്ത്രവിശ്വാസി ആയിക്കൊള്ളട്ടെ, ഓക്കെ, ശരിയാണ്. പക്ഷെ നിങ്ങളെല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നേ. നിങ്ങളിൽ 100 സത്യമുണ്ടെങ്കിൽ 99 സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഒരു സത്യം മാത്രം നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. ശാസ്ത്രം നല്ലതാണ്, നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ശാസ്ത്രം കാണിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ദ്രോഹങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് തുറന്നു കാണിക്കുന്നില്ല? ഈ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ, മനുഷ്യർ ചെയ്യുന്ന ദോഷങ്ങൾ, അതെന്തുകൊണ്ട് നിങ്ങൾ തുറന്നു കാണിക്കുന്നില്ല? നിങ്ങളവിടെ ഇരുന്നിട്ട് ആൾക്കാരെ എൻഡോഴ്സ് ചെയ്യുകയാണ്. ശാസ്ത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാണ്, എല്ലാ കാര്യങ്ങളും ഇതാണെന്ന് പറഞ്ഞുകൊണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്യുവറായിട്ടുള്ള ശാസ്ത്രം നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. എന്തൊരു ട്രീറ്റ്മെൻറ്റ് ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഇന്ന് നമ്മൾ നേരത്തെ കോവിഡ് വാക്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതായത് അതിൻ്റെ പിറകിൽ എന്താ പ്രവർത്തിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആ കാലഘട്ടത്തിൽ വാക്സിൻ അത്യാവശ്യമാണ്. അതായത് അത്രയും ഡിമാൻഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും എല്ലാ മരുന്ന് കമ്പനികളും നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇപ്പോൾ അതായത് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നോ? ചിലപ്പോൾ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യക്ക് രാജ്യ താല്പര്യമുണ്ടാവും തങ്ങളുടെ ജനത്തിന് എത്രയും പെട്ടെന്ന് രോഗം മാറ്റും. പക്ഷേ ഇവർ കൊട്ടേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മരുന്ന് കമ്പനികൾക്ക് ആ താല്പര്യമായിരുന്നോ വലുത്?
മരുന്ന് കമ്പനികൾക്ക് എങ്ങനെയെങ്കിലും ആദ്യം വാക്സിൻ ഇറക്കണം, എങ്ങനെയെങ്കിലും അവർക്ക് തങ്ങളുടെ വാക്സിനാണ് ലോകം മൊത്തം കൊടുക്കേണ്ടത്, അങ്ങനെ കൂടെ അവന് ലാഭം കിട്ടണം എന്നുള്ള ചിന്ത മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അതല്ല നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിരവധി കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരത് മൂടി വെച്ചിട്ടുണ്ടാവും. നിരവധി കാര്യങ്ങൾ തെറ്റായിട്ടുണ്ട്. അവർക്ക് പല പഠനങ്ങളും അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇത് ചിലപ്പോൾ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അവർ നല്ല എല്ലാം പോസിറ്റീവായിരിക്കും ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ഇങ്ങനെയും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന്. കാരണം നമ്മൾ അങ്ങനെ തെറിപ്പിച്ച് പറയാനായിട്ട് നമുക്കൊരിക്കലും വോയിസ് ഇല്ലല്ലോ. നമ്മളാരും സത്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ സത്യം അറിയാത്ത കാര്യത്തെപ്പറ്റി നമുക്ക് 100% ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പറയുമെങ്കിൽ നമ്മൾ തെറ്റാണ് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ ഇങ്ങനെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് അവർ മോശമായിട്ട് ഹെൽത്തിന് ദോഷകരമായിട്ട് അവർക്ക് പഠനങ്ങളിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അവർ ചിലപ്പോൾ അത് മറച്ചു വെച്ചിട്ടുണ്ടാവും. കാരണം അവരുടെ വാക്സിൻ അവിടെ അപ്രൂവ് ആവണം, അല്ലെങ്കിൽ അത് വിപണനം ആവണം, എല്ലാവരും മേടിക്കണം എന്നുള്ള ആർത്തി അവിടെ വന്നിട്ടുണ്ടാവും. എന്നാൽ അത് തന്നെയാണ് നിങ്ങളെ എല്ലാവരുടെയും കാര്യങ്ങളുടെ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ അവിടെ മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളുമെന്നുള്ളത്. ഈ മനുഷ്യൻ ഈ ശാസ്ത്രത്തെ വിശ്വസിക്കാൻ കൊള്ളുന്നതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് മനുഷ്യനെയും. കാരണം മനുഷ്യൻ തന്നെയാണ് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യനെ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ, മക്കളെ, അല്ലെങ്കിൽ ജീവിത പങ്കാളി, ഇതൊന്നും നമുക്ക് 100% നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. കാരണം ഇവരൊക്കെ എല്ലാ കാലവും നമ്മളോടൊപ്പം ഉണ്ടാകുന്നു, എല്ലാ കാലവും നമ്മൾ പറയുന്നത് തന്നെ നമുക്ക് നന്മയായിട്ട് ചെയ്യുന്നു ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. മനുഷ്യനെപ്പോൾ വേണമെങ്കിലും തെറ്റുപറ്റാം, മനുഷ്യനെപ്പോൾ വേണമെങ്കിലും പല കാര്യങ്ങളും ഇൻഫ്ലുവൻസും ആവാം, പല കാര്യങ്ങളിൽ അവൻ പെട്ടുപോവാം. മനുഷ്യൻ വളരെയധികം ബലഹീനതകളുള്ളവരാണ്. അപ്പോൾ മനുഷ്യനെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾ റോൾ മോഡലായിട്ടൊക്കെ കണ്ടുകൊണ്ട് ഈ മനുഷ്യനാണ് പറയുന്നതൊക്കെ മാത്രമാണ് ശരിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തെറ്റുപറ്റാം. അപൂർവം ചിലരായിരിക്കും ചിലപ്പോൾ അങ്ങനെ തെറ്റുപറ്റാതെ ജീവിച്ചിട്ടുള്ളവർ. പക്ഷെ അത് തന്നെ ചിലപ്പോൾ പുറം ലോകം അറിയാത്തതായിരിക്കാം. അവരുടെ പേഴ്സണൽ ലൈഫിൽ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ വളരെയധികം അവർക്കും തെറ്റുപറ്റിയെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മനുഷ്യനെ വിശ്വസിച്ചുകൊണ്ട് അൾട്ടിമേറ്റായിട്ട് 100% വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു വരുന്ന കൺക്ലൂഷൻ ഇതാണ്: നിങ്ങൾക്ക് ശാസ്ത്രത്തെ ഇന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. വിശ്വസിക്കാം നിങ്ങൾക്കൊരു പരിധി വരെ. അതായത് നേരത്തെ പറഞ്ഞുവല്ലോ, നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല അല്ലേ. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, നിങ്ങൾക്ക് ഒരു കടയിൽ പോയിട്ട് ഒരു മൈദ അല്ലെങ്കിൽ ഒരു ഗോതമ്പ് പൊടി മേടിക്കണം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി മേടിച്ച് തരും. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ പോയിട്ട് ഒരു ഗോതമ്പ് കൃഷി ചെയ്ത് അതിൽ നിന്ന് എടുത്ത് സ്വന്തമായിട്ട് പൊടിച്ച് വീട്ടിൽ മെഷീൻ എടുത്ത് വെച്ചുകൊണ്ട് അതിൽ നിന്ന് പൊടിച്ച് ആ പൊടി കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഈ കടയിൽ നിന്ന് കിട്ടുന്ന പൊടികൾ എനിക്ക് നല്ലതാണെന്ന് വിശ്വസിച്ചുകൊണ്ടേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മനുഷ്യൻ, പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, അതും 100% ഒരു കാര്യവും നല്ലതല്ല. അല്ല, ഒരു കാര്യവും പ്യുവറായിട്ട് വന്നിട്ടുണ്ടാവില്ല. അതിലെന്തെവിടെയെങ്കിലുമൊക്കെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുക. എന്ത് കാര്യത്തെപ്പറ്റി, അതാണ് പറഞ്ഞത്, എന്ത് പഠനമായാലും. ഇപ്പോൾ ഇന്ന് വെളിച്ചെണ്ണ നല്ലതാണെന്ന് പറയുന്നു, ഇനി ചിലപ്പോൾ 10-50 വർഷം കഴിയുമ്പോൾ പറയും വെളിച്ചെണ്ണ ദോഷമായിരുന്നു എന്ന് പിന്നെയും പറയും. അതുപോലെ തന്നെ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഭാവിയിൽ തിരുത്തപ്പെടും. അപ്പോൾ ശാസ്ത്രം അതിന് പറയുന്ന ഒരു വാക്കെന്ന് പറയുന്നത് കുറച്ചും കൂടി ശരിയായതെന്നാണ്. കാരണം അവർക്ക് തെറ്റില്ലല്ലോ. ശാസ്ത്രത്തിന് എപ്പോഴും തെറ്റുപറ്റാറില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അവർ പറയുന്നത് അത് ചെറിയ ശരിയായിരുന്നു, ഇത് വലിയ ശരി. അത് അന്നത്തെ ചെറിയ ശരിയായിരുന്നു, ഇത് ഇപ്പോഴത്തെ വലിയ ശരി എന്നാണ്. പക്ഷേ തെറ്റെന്നുള്ള വാക്ക് അവർ യൂസ് ചെയ്യില്ല. തെറ്റ് വരുന്നത് ആർക്കൊക്കെയാണ്? തെറ്റ് വരുന്നത് മതവിശ്വാസികൾക്കും ദൈവവിശ്വാസികൾക്കും മാത്രമാണ് തെറ്റ്. അവർ ചെയ്യുന്നത് മാത്രമാണ് തെറ്റ്. പക്ഷേ ശാസ്ത്രവിശ്വാസികൾക്ക് ഒരിക്കലും തെറ്റെന്നുള്ള സംഭവം അവരുടെ നിഘണ്ടുവിലില്ല. അവർക്കൊക്കെ ചെറിയ ശരിയും വലിയ ശരിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ തന്നെ വിലയിരുത്തുക, എന്താണ് തെറ്റെന്നോ ഏതാണ് ശരിയെന്നോ ഉള്ളത്.
അപ്പോൾ ആയതിനാൽ പറയുകയാണ് ഒരു നല്ലൊരു വിശ്വാസി, അതുകൊണ്ടാണ് പറയുന്നത് ദൈവവിശ്വാസം. നിങ്ങൾക്ക് ആ ദൈവവിശ്വാസം തന്നെ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എല്ലാ ദൈവവിശ്വാസികളെയും റെപ്രസെൻ്റ് ചെയ്ത് എല്ലാ ദൈവങ്ങളും ഒരേപോലെയാണെന്ന് പറയില്ല. പല ദൈവ സങ്കല്പങ്ങളും മനുഷ്യർക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്. മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പല ദൈവസങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ നമുക്ക് 100% വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ക്രിസ്ത്യാനി നിങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരാൾ ഒരു ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനോ ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്രജ്ഞനോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊരിക്കലും ഒരു മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ട് ഒരു തീരുമാനം അവിടെ എടുക്കാനായിട്ട് സാധിക്കില്ല. അവിടെ അവൻ്റെ നന്മയേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവൻ്റെ നന്മയായിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ളവനെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരണമെന്നുള്ളതാണ് ഇന്ന് ഈ ക്രൈസ്തവ സഭകൾ പലരും പറയുന്ന വലിയൊരു കാര്യം. പല മാർപ്പാപ്പയും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലെ നേതാക്കന്മാരിൽ പലരും പറയുന്ന കാര്യം, എല്ലാ മേഖലയിലും അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഈ ലോകം നന്മയിൽ നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടാവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും ഉള്ളിൽ പെട്ടെന്ന് ഒരു വിഷമം വരും. അതായത് ഈ ക്രിസ്ത്യാനികളെല്ലാവരും ക്രിസ്ത്യാനി മതം മാറണമെന്ന് അങ്ങനെയുള്ള ഉദ്ദേശവും അല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കോടിക്കണക്കിന് ക്രിസ്ത്യാനി ലോകത്തുണ്ട്. ഇവരെല്ലാവരും നല്ല ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ എന്നെ ഈ നാട്, ഈ ലോകം സ്വർഗമായി മാറിയേനെ. എന്നെ ഈ നാട് നന്നായി പോയേനെ. പക്ഷേ അവർ നല്ല ക്രിസ്ത്യാനികളാവാത്തിടത്തോളം കാലം ഇത് അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനി ആദ്യം തന്നെ ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനിയാവുക, അതിനുശേഷം മറ്റുള്ളവർ ക്രിസ്ത്യാനിയാവുക എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ഒരാൾ മാറിക്കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു മൂല്യങ്ങൾ വരുമ്പോഴാണ് അവന് ഈ ലോകം തന്നെ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. വെൽക്കം ടു കോമൺ സെൻസ്.